കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി നടനും എം.എൽ.എയുമായ മുകേഷിന്റെ പേര് നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. മുകേഷ് MLA-യെ കൊല്ലത്ത് LDF സ്ഥാനാർത്ഥിയാക്കണം എന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. വിഷയത്തിൽ ഐകകണ്ഠമായ തീരുമാനം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. മന്ത്രി KN ബാലഗോപാലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. UDF സ്ഥാനാർത്ഥിയായി NK പ്രേമചന്ദ്രനെ നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളിൽ ധാരണയായിട്ടുണ്ട്. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ അതത് ജില്ലാ കമ്മിറ്റികൾ CPM സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത പട്ടികയിലെ പേരുകളാണ് പുറത്തു വന്നത്. പോളിറ്റ് ബ്യൂറോ അംഗം, MLA-മാർ, ജില്ലാ സെക്രട്ടറിമാർ, മുതിർന്ന നേതാക്കൾ അടക്കം പ്രമുഖരെയാണ് CPM മത്സരരംഗത്ത് ഇറക്കുന്നത്. പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് CPM-ന്റെ നീക്കം. കൊല്ലത്ത് മുകേഷ് മത്സരിക്കുമ്പോൾ പത്തനംതിട്ടയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട്ട് വിജയരാഘവൻ മത്സരരംഗത്തേക്ക് വരും. ആലത്തൂർ K രാധാകൃഷ്ണൻ മത്സരിക്കാനാണ് CPM സെക്രട്ടേറിയറ്റിൽ ധാരണയായത്. കോഴിക്കോട്ട് മുതിർന്ന നേതാവ് എളമരം കരീം മത്സരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിലെ സൂചന. ജില്ലാ കമ്മിറ്റിയുടെ പട്ടികയിൽ എളമരം കരീമാണ് ഇടം പിടിച്ചത്. വടകരയിൽ മുൻമന്ത്രി KK ശൈലജയെ മത്സരിപ്പിക്കാനാണ് ധാരണ. കണ്ണൂർ MV ജയരാജനും കാസർഗോഡ് NV ബാലകൃഷ്ണനുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. എറണാകുളം, ചാലക്കുടി സീറ്റുകളിൽ ധാരണയായില്ല.